ഞങ്ങൾ ഇവിടെ എയർപോർട്ടിലെത്തി ദുബായിലാണ്. ഇപ്പം എൻ്റെ ബ്രദർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ബ്രദർ പിക്ക് ചെയ്ത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുവിടും. പക്ഷേ ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇമിഗ്രേഷനിൽ ഈ പറയുന്ന പോലെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ഇവിടെ ദുബായിൽ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ 2 ദിവസം ഇവിടെ ദുബായിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹ്യൂസിലോട്ട് പോകും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. സോ ഇവിടെയൊക്കെ ഉള്ള വിശേഷങ്ങൾ പറ്റുന്നിടത്തോളം പോയി കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. ഇനിയിപ്പോൾ നമുക്ക് ചെല്ലണം, കുളിക്കണം, വല്ലതും കഴിക്കണം, പിന്നെ എന്താണെന്ന് വെച്ചാൽ വഴീനെ കാണാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ടണലുണ്ട്. ആ ടണൽ ഫുള്ള് 2 സൈഡും മുകളിൽ ടൈൽസ് വെച്ചിട്ടാണ് നമ്മുടെ ദുബായിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവിടെ ഇങ്ങനെ ടൈല് വെച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ദുബായ് എയർപോർട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ദുബായ് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് നോൾസ്റ്റാൾജി ഉള്ള ഒരു രാജ്യം കൂടിയാണ് ദുബായ്, മിഡിൽ ഈസ്റ്റ്. ഞാൻ എൻ്റെ ഹൈസ്കൂൾ അവിടെ പഠിച്ചത്. അപ്പം എൻ്റെ ആ ഒരു ടീനേജർ ആയിട്ടുള്ള ഞാൻ കൂടുതലും എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ദുബായ് എന്ന് പറയുന്ന ഒരു നഗരം തന്നെയാണ്. നമുക്ക് നമ്മുടെ ആ എമിറേറ്റ്സിൽ ഒരു മരുഭൂമിയായിട്ടുള്ളൊരു എമിറേറ്റ്സിൽ അവരെന്ത് മനോഹരമായിട്ടാണ് പച്ചപ്പും പരതാപവും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? എന്തൊക്കെയായാലും ആ പച്ചപ്പൊക്കെ നിർത്തി വെച്ചേക്കുന്ന കണ്ടില്ലേ, പൂക്കളൊക്കെ സൈഡിൽ വെച്ചിട്ട്. എന്നും എപ്പോഴും ദുബായും എമിറേറ്റ്സും മൊത്തത്തിൽ ഇങ്ങനെ തന്നെ എന്ത് ഭംഗിയോടും ക്ലീൻനെസ്സിലോടും ഒക്കെയാണ് ഈ രാജ്യം അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി അവരുടെ സ്കൈ സ്ക്രൈപ്പേഴ്സൊക്കെ. ഇത് പുതിയതായിട്ട് വന്ന ഒരു ബിൽഡിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായ് വന്നപ്പോൾ ഇതില്ലായിരുന്നു. ഇത് ദുബായ് ഫ്രെയിം. അപ്പുറവും ഇപ്പുറവും ഓൾഡ് ദുബായും ന്യൂ ദുബായും നമുക്ക് കാണാമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ. അപ്പം അത് പുതിയൊരു കാര്യം. സഞ്ചാരം ഇതെൻ്റെ ആങ്ങളെയാണ് ഞങ്ങളുടെ സാരഥി. അപ്പൊ ആങ്ങളെ ഇതുവരെ വഴി തെറ്റിക്കൊണ്ട് പോവായിരുന്നു. സത്യം. എടാ കള്ളാങ്ങളെ ഇപ്പൊ എത്തിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരമായി. ആങ്ങളെയാണ് എന്റെ സാരഥി. ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ ഇപ്പൊ തെറ്റിയില്ല. കറക്റ്റ് ആണ്ട് എൻ്റെ ആങ്ങളെ കറക്റ്റായിട്ട് എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഇവിടാണ് നമ്മൾ എത്തേണ്ടത്. അയ്യോ ഒരു ചെറിയ കൺഫ്യൂഷൻ പറ്റിപ്പോയി. ആ ബിൽഡിങ്ങിൻ്റെ പേരിൽ തന്നെ 2 ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ബിൽഡിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഇനിയും വേറെ ദുബായ് ഫൈനാൻഷ്യൽ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇനിയും പോകേണ്ടത്. അതിന് അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല, 1-2 മൈലങ്ങാണ്ടേ ഉള്ളു ഇവിടുന്ന്. പക്ഷേ ഇനിയിപ്പം അത് ആ എക്സാക്റ്റ് ഒരു ബിൽഡിംഗ് കണ്ടുപിടിക്കാനുള്ള ഒരു പാടിലാണ് ഞങ്ങൾ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി കേട്ടോ. സോ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്ന് കയറി വരുമ്പോഴത്തേന് to the right side we have a kitchen, and then here there is a toilet. ഇതൊരു Airbnb ആയിരുന്നു. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തൊക്കെ നമുക്ക് തന്നെ കഴിക്കാം. പിന്നെ ഒരു ഡൈനിങ് റൂമുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് റൂമുണ്ട്, TV ആക്സസ് ഉണ്ട്, ചാനൽസ് ഒക്കെ ഉണ്ടായിരുന്നു. വൈഫൈ ഉള്ളതുകൊണ്ട് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഒക്കെ കാണാം. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള 2 ദിവസത്തെ സ്റ്റേ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റിലാക്സ്ഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മൊത്തം പുറത്തൊക്കെ പോയി കുറച്ച് കറക്കമൊക്കെ ആയിരുന്നു. എന്നാൽ തന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഉള്ളൊരു സുഖം. പിന്നെ ഇതിൻ്റെ നേരെ അഡ്ജസ്റ്റൻ്റ് കാണുന്നത് ദുബായ് മോളാണ്. സിറ്റി വ്യൂ ആണ്, പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള സിറ്റി ആയതുകൊണ്ട് നമുക്ക് ബോറടിക്കത്തില്ലായിരുന്നു. നൈറ്റ് ടൈം വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഈ ബിൽഡിങ്ങിൽ താഴെ ഒരു പൂളുണ്ടായിരുന്നു. കോവിഡ് കാരണം പൂളിലൊന്നും നമ്മൾ പോയില്ല. പിന്നെ കളിക്കാൻ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് പിള്ളേർക്ക്. പിന്നെ അതുപോലെ ഒരു ബാൽക്കണി ഉണ്ട്, നമുക്ക് പുറത്തിരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിലും കഴിക്കാം. ഫുള്ളി ഗ്ലാസ് കൊണ്ട് കവേർഡായിരുന്നു, അപ്പം സേഫ്റ്റി ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഒരു ബെഡ്റൂമുണ്ട്, 1 ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു 1 ബെഡ്റൂമായിരുന്നു. ആ 1 ബെഡ്റൂമിനോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതിന് നല്ല ഇനഫായിട്ടുള്ള ഷെൽവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പെട്ടികളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ വെച്ച് എല്ലാം ഭദ്രമായിട്ടൊക്കെ വെക്കാം. ബെഡ്റൂമിൽ നിന്നും ഈ സെയിം സിറ്റി വ്യൂ തന്നെയാണ് രാത്രിയിൽ. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബാത്റൂമുണ്ട്. ബാത്റൂം വളരെ വിശാലമായൊരു ബാത്റൂമായിരുന്നു, നല്ല ടൈഡി ആൻഡ്
ക്ലീൻ ബാത്റൂം ആയിരുന്നു. അപ്പം ഇത്രയൊക്കെയായിരുന്നു ആയിരുന്നു ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് സൗകര്യമായി. പിന്നെ ഇനിയിപ്പോൾ വൈകിട്ട് എൻ്റെ ബ്രദേഴ്സ് വരുമായിരിക്കും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും അവർ വരുന്നത്, തീരുമാനിച്ചില്ല. അച്ചാച്ചന് ഇന്ന് ജോലിയുണ്ട്. എൻ്റെ വേറൊരു ബ്രദർ ഇനിയും ദുബായിലോട്ട് വരണം, ഫാമിലി എല്ലാവരുമായിട്ട്. അപ്പം ഇന്ന് വൈകിട്ട് ചിലപ്പോൾ അവരെ കാണാമായിരിക്കും. എത്രാമത്തെ ഫ്ലോറിലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ മറന്നുപോയി. എന്തായാലും വളരെ പൊക്കത്തിലായിരുന്നു. എനിക്ക് വന്ന് 16th or 17th അങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഇനിയിപ്പം വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഉച്ചയാവാറായി. നമ്മളിപ്പോൾ കഴിക്കാൻ പോവാണ്. അപ്പം അച്ചാച്ചൻ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു റെൻ്റ് കാർ എടുത്തിട്ടുണ്ടായിരുന്നു 2 ദിവസത്തേക്ക്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എപ്പോഴും വേറെ വണ്ടി വിളിക്കണ്ടല്ലോ, നമുക്ക് GPS ഇട്ട് കഴിഞ്ഞാൽ പോകാനുള്ളിടത്തൊക്കെ പോകാമല്ലോ. അപ്പം ഞങ്ങൾ ഇനി പോയി വല്ലതും കഴിക്കട്ടെ. ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നല്ല ഒരു അപ്പാർട്ട്മെന്റ് ആണ്. എങ്ങോട്ടാ പോകുന്നതൊന്നും ഇല്ല, പോയി നല്ല എവിടെയെങ്കിലും എവിടെ വഴി കാണുന്നു, എവിടെ ഫുഡ് കാണുന്നു അവിടെ നിർത്താം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല നാടൻ ഫുഡ് തന്നെ വീണ്ടും കഴിക്കാൻ തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കായലോരം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ നിർത്തി. അവിടെ പോയിട്ട് ചട്ടിച്ചോറാണ് ഞാൻ ഓർഡർ ചെയ്തത്. അച്ചാച്ചന് എന്തുവാ ഇപ്പോൾ കാണുമ്പോൾ അറിയാം, എന്താണ് നമുക്ക് കണ്ടു നോക്കാം. അച്ചാച്ചൻ ചപ്പാത്തിയാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. ഞാൻ നല്ല ചട്ടിച്ചോറിനകത്ത് നല്ല തോരനും ചമ്മന്തി, ബീഫ്, അച്ചാർ, പപ്പടം, മോര് എല്ലാം ഉണ്ടായിരുന്നു. അയ്യോ, അത് പറയുമ്പോൾ തന്നെ എനിക്കിപ്പോഴും വായി വെള്ളം വരുന്നു. പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചൻ പ്രോൺസും പിന്നെ ചപ്പാത്തി ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയറും നിറഞ്ഞു. ഇലയെ പൊതിഞ്ഞ് നമ്മുടെ കരിമീൻ പൊളിച്ചത് അതും ഉണ്ടായിരുന്നേ. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ റെഡിയായി. ഇനി നമുക്കപ്പോൾ ചക്ക് ചെയ്യാൻ തുടങ്ങാമേ. നല്ല ചൂട് ചോറ്, മക്കളെ shrimp. നമ്മളിപ്പോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മേളിൽ കൂടാണോ പോകുന്നത്? അല്ല, അവര് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് പിന്നെ ഇതിനകത്ത് അടി വെള്ളമൊന്നും ഇല്ലല്ലോ. അൽ ഷാർജ. Good old days. അതുപോലെ സ്ട്രീറ്റിൽ പോയിട്ട് കുറച്ച് ഷവർമയും ഫലാഫിലൊക്കെ കഴിക്കണം വെച്ചോ. ഇതാണ് ഓൾഡ് ദുബായ്. ഓൾഡ് സൂക്കിലേക്കൊക്കെയുള്ള ഇടുങ്ങിയ വഴികളാണേ. നമ്മളീ കാണുന്ന സ്കൈസ്ക്രൈപ്പേഴ്സ് ഒന്നും അല്ലാതെ തന്നെ ദുബായിലെ പണ്ടത്തെ ബിൽഡിങ്ങുകളാണിതെല്ലാം. ആദ്യത്തെ കാലങ്ങളിലുള്ള ഓൾഡ് ദുബായ്. സൂക്ക് റോഡ്. നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇടുങ്ങിയ വഴി കൂടെ നേരെ ചെന്നാൽ നമുക്ക് ഗോൾഡ് സൂക്കിലെത്തും നമ്മൾ.
നിങ്ങൾ നോക്കുമോ, നേരെ കാണുന്ന കണ്ടില്ലേ, അതാണ് ഗേറ്റ് 1. അതുപോലെ പല ഗേറ്റ് ഉണ്ട് ഗോൾഡ് സൂക്കിലോട്ട് കയറാൻ വേണ്ടി. അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഗോൾഡ് കടകളാണ്, ഗോൾഡ് വിൽക്കുന്ന കടകളാണ്. ഗേറ്റ് 1 ഗോൾഡ് സൂക്ക്, ഗേറ്റ് 1. ഇനി ഇതിനകത്തിലോട്ട് ഇങ്ങനെ കടകൾ കിടക്കുക. നമുക്കിനി ഏറ്റവും പാടുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുവിനിയേഴ്സും കിട്ടും. മിഡിൽ ഈസ്റ്റേൺ, ദുബായിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന സുവിനിയേഴ്സ് ഒക്കെ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് ഇവിടെ. പാർക്കിംഗ് കിട്ടിയാൽ വളരെ നല്ലത്. പാർക്കിംഗ് കിട്ടാനാണ് പാട്. ഇവിടെ ഒരു പേ ആൻഡ് പാർക്ക് ഉണ്ട്, നമുക്ക് അവിടെ നോക്കാം. സോ ഇവിടെ സ്പൈസസ് വിൽക്കുന്ന കടകൾ മുതൽ സ്വർണ്ണക്കടകൾ മുതൽ അങ്ങനെ നീണ്ട് കിടക്കുക. നോക്ക്, എല്ലാം റിയൽ ഗോൾഡിന്റെ കടകളാണ്. ലെഫ്റ്റ് റൈറ്റ് നേരെ എവിടെ നോക്കിയാലും സ്വർണം. അതിൻ്റെ ഇടയിൽ സുവനിയർ കടകൾ, എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ അച്ചാച്ചനെ ഒരാൾ കാര്യമായിട്ട് കൂടെ കൂടിയേക്കുവാ. പുള്ളിക്കാരനെ കൊണ്ട് എന്തൊക്കെയോ മേടിപ്പിക്കാൻ നോക്കുക. ഡയമണ്ട്, ഗോൾഡ്, സിൽവർ എല്ലാം തന്നെ കാണാം. Good afternoon. Not really. The സ്പൈസസിൻ്റെ കടകളാണിത്. ഡ്രൈഡ് ഫ്ലവേഴ്സ്, ഊത്, നിങ്ങൾ ഈ കടയൊന്ന് നോക്കിക്കേ. ഇതെല്ലാം ഗോൾഡ് ജ്വല്ലറിയാണേ. എൻ്റെ പൊന്നെ, ഇതൊരുമാതിരി ആനയുടെയൊക്കെ പുറത്തിടുന്നതിൻ്റെ അത്രയുള്ള സൈസിലെ മാലകളാണ്. ദുബായ് ഗോൾഡിന് പറ്റിയ നാട്. ഇതൊക്കെ ആരെങ്കിലും മേടിക്കോ? ഇതെല്ലാം സ്വർണ്ണമാണിത്. എൻ്റെ ദൈവമേ, ആനയുടെ പുറത്തൊക്കെ നമ്മൾ എടുത്തില്ലേ നെറ്റിപ്പട്ടം പോലെ. Push, you want that gold shoes? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ഗോൾഡ് ഷൂസ് കണ്ടോ നിങ്ങൾ? ഇത് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഷൂസാണ്. ഈ കടയിൽ ഇതെല്ലാം ഒരു അറബിക് സ്റ്റൈൽ ജ്വല്ലറി മേക്കിംഗ് ആണ്. ബ്രേസ്ലെറ്റ് ഓർ സംതിങ്. ഈ മൊറോക്കോ ഇന്ന് ഏതാ ഈജിപ്തിലേക്ക് മമ്മിമാരുടെ ദേഹത്തൊക്കെ ഇട്ട് വെച്ചിരുന്ന് കടത്തി, ഫാറോസിന്റെ ദേഹത്തുള്ള പോലത്തെ ടൈപ്പിലെ ഗോൾഡ്. ഇതൊക്കെ ആരെങ്കിലും മേടിക്കുമായിരിക്കും അച്ചാച്ചാ? ഈ കടയിൽ ഇതെല്ലാം ഒരു അറബിക് സ്റ്റൈൽ ജ്വല്ലറി മേക്കിംഗ് ആണ്. ബ്രേസ്ലെറ്റ് ഓർ സംതിങ്. എൻ്റെ ബാക്കിൽ കാണുന്ന എല്ലാം ഗോൾഡ് 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 ഗോൾഡ്. നിങ്ങൾ വിചാരിക്കരുത് ഞാനിവിടെ വന്നിട്ട് ഈ ഗോൾഡെല്ലാം മേടിക്കാൻ കൂടെ വന്നതാണ്. ഞാനിതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി. എൻ്റെ മോള് ചോദിക്കുന്നു, അമ്മ ശരിക്കും ഇത് മേടിക്കാനാണോ വന്നേന്ന്? അതോടി എൻ്റെ സ്ട്രീറ്റ് നെയിമുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. നമുക്ക് ഈ സ്ട്രീറ്റിൽ കയറാ ചാച്ചാ. Let's walk that street. ഇനിയിപ്പം ഞങ്ങൾ 45th സ്ട്രീറ്റിലേക്ക് കയറി. 45th സ്ട്രീറ്റിലേക്ക് കയറി. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഗോൾഡ് ഗോൾഡ് ഗോൾഡ്.
പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം മൊത്തം മലബാർ ഗോൾഡിൻ്റെ പരസ്യമാണ്. പക്ഷേ ഇവിടെ മലബാർ ഗോൾഡിൻ്റെ കട മാത്രം ഞാൻ കണ്ടിട്ടില്ല. സോ അങ്ങനെ ഒരു ദിവസം മൊത്തം തെണ്ടിത്തിരിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ദുബായ് വന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തു, ഫുഡ് കഴിച്ചു, ഗോൾഡ് സൂക്ക് പോയി. നമ്മളിവിടെ ഇങ്ങനെ ഇപ്പം തിരിച്ച് വീട്ടിൽ പോവാം. നമ്മൾ കോർണിഷ് ഏരിയയിൽക്കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ശരിയാണ്, കോർണിഷൊക്കെ കാണിക്കണമെന്നുണ്ട്. അത് അപ്പുറത്തെ സൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇപ്പം കാണാം. നമ്മുടെ രാത്രിയിലത്തെ വ്യൂ കണ്ടോ നിങ്ങള്? എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ. ആരുണ്ടോ, എനിക്ക് ഈ നൈറ്റ് വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ലോങ് ഡേക്ക് ശേഷം ഞങ്ങൾ വരുന്ന വഴിക്ക് ബ്രോസ്റ്റഡ് ചിക്കനും ഷവർമയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഇരുന്ന് കഴിച്ച ഡിന്നർ അതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുളിച്ച് പോയി കിടന്ന് ഉറങ്ങി. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് പുതിയ വീഡിയോസ് ഇടാൻ തോന്നും. താങ്ക് യു സോ മച്ച്.